ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഹമാസുമായുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഗസയെ തകർക്കാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ സൈന്യം ആക്രമണം ശക്തമാക്കി. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. അംഗവൈകല്യമുള്ള കുട്ടികൾക്കായി NGOകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 കുട്ടികളും 2 സ്ത്രീകളും ഒരു ആരോഗ്യ പ്രവർത്തകനും കൊല്ലപ്പെട്ടു. ഹമാസിനെ പിന്തുണക്കുന്നവരെ വേദനിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കുട്ടികളെ കൊല്ലുന്നതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിച്ചതായി അബ്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതിനിടെ പ്രത്യാക്രമണം നടത്തരുതെന്ന് തങ്ങളോട് ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന് ഫലസ്തീൻ വാർത്താവിതരണ മന്ത്രി ഇഹാബ് അൽ ഹുസൈൻ പറഞ്ഞു. ഇസ്രായേലാണ് ആക്രമണം ആരംഭിച്ചത്. തങ്ങളുടേത് സ്വാഭാവിക പ്രതികരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഭയാർത്ഥി ക്യാമ്പുകളും പള്ളികളും ആശുപത്രികളും ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ സേന ആക്രമണം തുടരുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.